അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നമ്മളെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് രാത്രിയായിട്ട് വീടൊന്നും ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. ഭയങ്കര ടയേർഡായിരുന്നു വെയിലെല്ലാം കൊണ്ടുകൊണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീട് കാണിച്ചു തരാം. എന്താണ് അതിൻ്റെ ലൊക്കേഷനും കാര്യമെല്ലാം പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ താമസിച്ച വീടിൻ്റെ ചുറ്റുവട്ടവും കാര്യമെല്ലാം വരുന്ന ഇവിടെയാണ്. ഇതാണ് നമ്മൾ താമസിച്ച വീട്. ചുറ്റും ആൾത്താമസം കുറവാണ്. ചുറ്റും അപ്പുറം കാടും റബ്ബർ തോട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറേ മരമുണ്ട്, കുറേ നല്ല ചെടികളുണ്ട്. നമ്മൾ ട്രിപ്പ് ശരിക്കും ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഒരു ട്രിപ്പാണ് ശരിക്കും. ആദ്യം നമ്മളെ ഊട്ടി പോവാന്ന് വിചാരിക്കുമ്പോഴേക്ക് ഭയങ്കര ചൂടുവാണെന്ന് പറഞ്ഞു. പിന്നെ വയനാട്ടിൽ പോവാന്ന് പറഞ്ഞു. വയനാട്ടിൽ ആടി ഭയങ്കര ചൂട്, അതേപോലെ ചൂടാണ് പറഞ്ഞു. നേരെ കൂർഗ് പിടിക്കാം. കൂർഗില് വലിയ തിരക്കും കാര്യമൊന്നുമില്ല, കുറവല്ല. പക്ഷെ ഇനിയിപ്പോ നമ്മൾ അടുത്ത പ്ലാൻ ഇവിടെ പോകേണ്ടതുണ്ടെന്ന് ആലോചിക്കാൻ തിരിച്ചുണ്ടായിരുന്നു. എന്തായാലും ഇവിടുന്ന് ഒരു 9 മണി ആകുമ്പോൾ നമ്മൾ വിടും. നല്ല ക്ലൈമറ്റിലെ ഏരിയ ഏതാച്ചാൽ അന്നേരം നോക്കാം. അന്നേരം മാത്രമേ പറയാൻ പറ്റൂ കഴിഞ്ഞ അടുത്ത സ്ഥലം ഏതാണ്. ചിക്ക്മംഗ്ലൂരിലേക്കാണ് പോകുന്നത്. ചിക്ക്മംഗ്ലൂർ എന്നാണ് പറഞ്ഞത്. ആദ്യം ചൂടാണെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അന്നേരത്തെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഈ സമയത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എല്ലായിടത്തും ചൂടാണ്. അഥവാ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മളെ കൂട്ടത്തില് ഒരാള് ഗൾഫുകാരനുണ്ട്. അപ്പൊ അവര് പെട്ടെന്ന് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സമയം നമ്മൾ നോക്കിയത്. ഇതെന്ന് വെച്ചാൽ ചൂടിന്റെ പീക്ക് ടൈമാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പം നമ്മുടെ നാടിന്റെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം ചൂട് എന്തായാലും ഇവിടെ ഉണ്ട്. പറ്റും കുറച്ച് റീൽസ് എടുക്കാനുണ്ട്, സമയമില്ല. അപ്പൊ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ വിസിറ്റിംഗ് എന്ന് പറയുന്നത് ചെന്നകേശിവ ടെമ്പിള്, ബേലൂര്. നല്ല ചൂടാണ്. ടെമ്പിള് അതാണ്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ പുറത്തായുള്ളത്. ബാക്കി അതിന്റെ ഉള്ളിൽ കയറിയിട്ട് വിശേഷങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് എന്നാൽ അങ്ങോട്ട് പോവാം അല്ലേ? ബാ. ഭയങ്കര വെയില്, രക്ഷയില്ല. പക്ഷെ ഒരു തണുത്ത കാറ്റും ഉണ്ട്. കൊടയും കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഷൈജു. ഇവനാണ് നമ്മളെ കൊട പിടിക്കുന്ന ആള്. ആരാ? എടാ അത് പുറത്തേക്ക് വരുന്നില്ല. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പട്ടെ ഭയങ്കര വിശപ്പ്. ഒന്ന് കൂളാക്കാൻ വേണ്ടിട്ട് എന്താക്കി, ചോറ് നമുക്കിതിന് വിചാരിച്ച പോലെ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ വിചാരിച്ചു ഒരു ഫലൂഡ കഴിച്ചേക്കാം. കഴിക്കുന്നു. എന്റെ ഫലൂഡ റെഡി ആയിട്ട്. ഞാനാണ് ആദ്യം ഫലൂഡ പറഞ്ഞത്, പക്ഷെ റെഡി ആയിട്ടാ. ഉള്ള തട്ടിപ്പറിച്ചെടുത്തു. ഇവര് കഴിക്കുന്നുണ്ട്, ഇവരും ഫലൂഡ കഴിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫുഡൊന്നും അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. സോ ചൂടായതുകൊണ്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ചെക്കൻ ഓർഡർ ചെയ്തില്ല. 10 മിനിറ്റ് മെനു കാർഡ് നമ്മിപ്പോ ഉള്ളത് ചെന്നശിവ സ്വാമി ടെമ്പിൾ, ബെല്ലൂര്. ഇതാണ് ആൻഷ്യന്റ് ടെമ്പിള്. പൊന്നോ നല്ല വെയില. നല്ല വെയിലാണ്. പക്ഷെ നല്ല രസമുണ്ടല്ലോ അമ്പലം. അതിന്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എന്ത് നമ്മൾ ഉള്ളിട്ട് പോവാ. ഇതിനുള്ളിൽ ക്യാമറ അലൗഡ് ആണോന്നൊന്നും അറിയില്ല. എന്തായാലും ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. ചിത്രപ്പണിയെല്ലാം ഉണ്ട്. കണ്ട മുകളിൽ ഇതെല്ലാം കല്ലിൽ തീർത്തതാ.
ഇത് കല്ലാണോ? കല്ലല്ലേ? എന്തും ഇത് എങ്ങനെ പൊട്ടിയെടുത്തിട്ടുണ്ടാവും? നമുക്ക് ചെറിയതായിട്ട്. അപ്പൊ അതും കല്ല് തന്നെയല്ലേ? ഊണെല്ലാം കിടിയില്ല. ഇനി ഇങ്ങനെ ഓരോരോ ശില്പങ്ങൾ നമുക്ക് കാണാൻ പോകാൻ കുറേ ഉണ്ട് ഏരിയയിൽ. ഓരോ മറ്റേ കൂത്തരങ്ങ് പോലെ കുറേ സംഭവങ്ങളുണ്ട്, ഓരോന്നായിട്ട് കാണാം. ഇതും അമ്പലത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇതെന്തോ പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മ ഈ അമ്പലത്തിന് എല്ലാം ഇറങ്ങാൻ പോവാണ്. ഒരാളിവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ നാണം വന്നു. ഇത് കയ്യൂരത്തെ നാഗവല്ലി. ആ സൈഡിലൊരു കുളം ഉണ്ടെന്ന്. നമുക്ക് കുളം കൂടി നോക്കാം അല്ലേ? വാ. ഇതാണ് ഇവിടുത്തെ കുളം എന്ന് തോന്നുന്നു. നല്ല വെയിലാണ്. വെള്ളമുണ്ട് കുളത്തിൽ. കുളത്തിൽ ആമയുണ്ട്. കുറേ ആമയുണ്ട്. അപ്പുറം സൈഡ് പോയി നോക്കണം. ആമയുണ്ടല്ലേ? അപ്പൊ നമ്മ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് യഗാച്ചി ഡാം. വെല്ലൂരിന്ന് ചിക്കമംഗ്ലൂർ പോകുന്ന വഴിക്കാണ്. വെല്ലൂരിന് ഒരു 5 കിലോമീറ്ററിനുള്ളിലായിട്ടേ വരുന്നുള്ളൂ. നമുക്ക് ഡാമിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. കുറെ ശില്പങ്ങളും മറ്റും വെച്ചിട്ടുണ്ട് ഇവിടെ. എല്ലാം കല്ലിലാണ്. എല്ലായിടത്തും മൊത്തം കലാപരിപാടികൾ. ഇഷ്ടംപോലെ പാറക്കല്ലുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കല്ലിലാണ്. ഡാമിൽ വെള്ളം ഉണ്ടാവും. ഇത് എയിലേ പോവാടാ? എയിലേ പോവാ? ഇന്നലെ ഡാമിന്റെ ഷട്ടറിന്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അല്ലേ? ഇല്ല, ആ ഡാമിലേക്ക് പ്രവേശനം ഇല്ല എന്നാണ് എഴുതിയിട്ടില്ലേ? ബോട്ടിങ്ങും കാര്യമെല്ലാം അപ്പുറത്താന്ന് തോന്നുന്നു. ഈ ഡാമില് കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇവിടെ അതിന്റെ എൻട്രി ഇല്ല, അവര് ക്ലോസ് ആക്കിയിട്ടില്ല. പിന്നെ ബോട്ടിങ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറ സൈഡിലോട്ട് പോയാൽ നല്ല ബോട്ടിങ് ഏരിയ ഉണ്ട്. 200 രൂപയായിട്ടാണ് ഒരാൾക്ക് വരുന്നത്. അതിൽ കയാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. ഇന്ന് നമ്മൾ ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം രാത്രി നമ്മൾ റൂം എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം റൂമിൽ നിന്നപ്പോൾ കുറേ നടന്നു. അവസാനം കുറേ വൈകിട്ട് റൂം കിട്ടിയത്. അതുകൊണ്ട് ഭയങ്കര ടയർഡായിപ്പോയി. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് മുള്ളിയാനഗിരി പീക്ക് പോയിന്റിലേക്കാണ്. ട്രെക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പോയാലൊരു ട്രെക്കിംഗ് ആവുമോ പറ്റുമോ ഇല്ലയോ എന്നല്ലോ നമുക്കിപ്പോ ഒന്നും പറയാൻ കഴിയില്ല. അവിടെ എത്തിയാലറിയാം എന്താ അതിന്റെ അവസ്ഥ. അതന്നെ എനിക്ക് പറയാനുള്ളത്. വേണ്ട എല്ലാരും കഞ്ഞട മേടിച്ചു. എല്ലാരും കഞ്ഞട മേടിച്ചു. അഞ്ചിനും അറിയാം. അഭിത്തിന് കണ്ടടാ. കഞ്ഞ വെച്ചിട്ടുണ്ട്. കഞ്ഞടക്കാരികളാണ്. ഇവിടെ വീട് കഞ്ഞടയിലാണ്. കർണാടകത്തിലാണ്. ഇവിടെ വീട് കന്നഡയിലാ? അല്ല. അതെ. രണ്ട് കന്നഡ പറ. വലിയ അറവതെ അപ്പൊ ഇങ്ങനത്തെ ടീംസിനെ കൊണ്ടാ പോകുന്നത്. പറ്റുന്ന മീറ്റിങ്ങുള്ള ആളെ കളഞ്ഞിട്ട് വരണം. അതാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ആടെ ചെയ്യണം. ബൈ. ഇതാണ് പോകുന്ന റോഡും കാര്യം. ക്ലൈമറ്റ് ഇന്ന് ഇല്ല, കുഴപ്പമില്ല. അത്യാവശ്യം തണുപ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ മുള്ളിയാനഗിരിന്റെ ഏതോ ഒരു പീക്ക് പോയിന്റിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷെ ഇത് ഏതാണെന്നറിയില്ല. ഇവിടെ ട്രെക്കിങ് കാര്യമൊന്നും കാണുന്നില്ല. പക്ഷേ ആൾക്കാർ കയറുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക്. പിന്നെ ഇപ്പുറത്ത് നല്ല വ്യൂ ഉണ്ട്. നല്ല കോടമഞ്ഞാണ് ആ സൈഡിൽ. നല്ല കോടമഞ്ഞാണ്. നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് കുറച്ച് ആൾക്കാർ അതിൻ്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. നമ്മളിപ്പം കയറാൻ പോവുകയാണ്. അപ്പം രാവിലെ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പിട്ട് എല്ലാവരും ചായ കുടിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഇവിടെ മാഗിയാണ് ഇപ്പോൾ ഉള്ളത്. മാഗി കഴിക്കാൻ പോവാന്ന്. അത് കഴിച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്.
കുഞ്ഞാളെല്ലാം കൊണ്ടുവരുമ്പം ഇത് ശ്രദ്ധിക്കണം, നല്ല തണുപ്പാണ്. ഈ ചെക്കനാണെങ്കിൽ ക്യാപ്പ് ഒന്നും ഇടൂല, ഇതൊരു കുരുത്തം കട്ടതാ ഇത്. എടാ എന്താ ക്യാപ്പ് ഇടാത്തത് ടീച്ചേ? നല്ല തണുപ്പായോണ്ട് 2 ഉപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉമ്മ വരുന്നുണ്ടോ? ഒരു ഉമ്മോട്ട്. അത് ടേസ്റ്റ് ഉണ്ടോ കഴിക്കാൻ? കഴിച്ചു നോക്കി, നല്ല ചൂടുണ്ടല്ലേ. പീക്ക് കയറാൻ പോവാണ്. 500 സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞത്. ഇതതിന്റെ പീക്ക് പോയിന്റിലേക്ക്. വേറെ ട്രക്കിംഗ് പോയിന്റ് കുറേ ട്രക്കിംഗ് പോയിന്റ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരമില്ല. ഒന്നാമത് വീടില്ലവർക്ക് കന്നഡ മാത്രമേ വലിയ കൃത്യമായിട്ട് അറിയില്ല. അതാണ് പ്രശ്നം. നമുക്കന്ന് കന്നഡ അറിയില്ലല്ലോ. അവസാനം ഗൂഗിൾ ട്രാൻസ്ലേറ്ററും ചെയ്തിട്ടാണ് എങ്ങനെയല്ലോ എത്തിപ്പെട്ടത്. നമ്മൾ ടൂറിന്റെ ലാസ്റ്റ് ഡേ ആണ്, ഒന്നും സമയമില്ല. അപ്പൊ നമുക്ക് വേഗം എന്റെ പീക്കിലോട്ട് കയറാം. സ്റ്റെപ്പായതിന്റെ പ്രശ്നം, നല്ല തണുപ്പില്ലോണ്ട്. സ്റ്റെപ്പില്ലാണ്ട് മറ്റെങ്ങനെയാണെങ്കിലും നല്ലുണ്ട്. കാണാൻ നല്ല രസമെല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയും സ്റ്റെപ്പ് കയറേണ്ടെന്ന് ആലോചിക്കുമ്പോ കേറ് കേറ്. ഭയങ്കര കാറ്റാണ്, രക്ഷയില്ല. തൊണ്ടെല്ലാം ഡ്രൈ ആവുന്നു, തണുത്തിട്ട് ശ്വാസം കിട്ടുന്നില്ല എടുക്കാൻ. അങ്ങനെ നമ്മളിതിന്റെ പീക്കിൽ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു അമ്പലം മറ്റുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, അമ്പലമാണെന്ന് തോന്നുന്നു. ചെവിയെല്ലാം വേറെടുക്കാൻ തുടങ്ങി. ചെവി തണുത്ത കാറ്റടിച്ചിട്ട് ചെവിയിൽ വലിക്കാൻ തുടങ്ങി. അയ്യോ, അമ്മ ഫുള്ള് വൈബ് മൂഡ്, പാട്ടിലും വെച്ച് രക്ഷയില്ല. പക്ഷെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. മൂക്കിന് ചെവിയിൽ വേദനക്കുന്നുണ്ടാവും, മൂക്കിനുള്ളിലെ കുത്തി കയറ്റിയതാ. ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നത്, നല്ല തണുപ്പായോണ്ട്. ഒരാള് തണുപ്പടിച്ച് മൂക്ക് വേദനത്തോണ്ട് മൂക്കിലും വായെല്ലാം. ഇവിടെ എന്തെല്ലോ പരിപാടി, മറ്റേ കൂടോത്രം എത്തിക്കില്ല, അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ബാധ ഒഴിപ്പിക്കുന്ന പോലത്തെ എന്തോ ഒരു പരിപാടി ഉണ്ട് വീട്ട്. എന്തായാലും കേറി നോക്കാം. ഏകദേശം 6300 ഫീറ്റ് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ പീക്ക് പോയിന്റ്. എൻ്റെ പൊന്നു, ഇതാണ് അമ്പലം. ഉള്ളിൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉള്ളിൽ ഫോൺ ഉപയോഗിക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് വരാം. അപ്പൊ നമ്മ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റടിക്കുന്നത്. ചെവിടെല്ലാം വേദന എടുത്തിട്ട് രക്ഷയില്ല.
വർത്താനം വരെ പറയാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ട് വരുന്നു. അപ്പോൾ നമുക്കിനി താഴെ എത്തിയിട്ട് കാണാം. മുള്ളിയാനഗിരി പീക്ക് പോയിന്റിൽ നമ്മൾ നേരെ പോയത് ധർമ്മസ്ഥലത്തേക്കാണ്. അവിടെ ധർമ്മസ്ഥലം ഒരു അമ്പലമുണ്ട്. അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ധർമ്മസ്ഥലത്തെ അമ്പലം ചോറ് കൊടുക്കുന്ന ഇലയെന്ന് വെച്ചാൽ ഒരു 3-4 ഇല കൂടി തുന്നി ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടില്ലേ? അതിൽ ആദ്യം നമുക്ക് ഗോതമ്പിൻ്റെ ഒരു പായസം വന്നു, പിന്നെ ചോറിൻ്റെ കറി അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ വൈറ്റ് റൈസാണ് ഇവിടുത്തെ. വൈറ്റ് റൈസും പിന്നെ നല്ലൊരു സാമ്പാർ പോലത്തൊരു കറിയും ഉണ്ട്. അപ്പം സംഭവം ടേസ്റ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ കർണാടക സ്റ്റൈലിൽ കറികളും കാര്യങ്ങളും ആയിരിക്കും ഉണ്ടാവുക. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം മുന്നേ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഓക്കെയാണ്. പക്ഷെ അമ്മൂനൊന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഫുഡ്. ഇവരെ സിസ്റ്റം വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്വന്തം ബേക്കലിലേക്കാണ്. അവിടുത്തെ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മൾ കയറിയിട്ടൊന്നുമില്ല. അങ്ങനെ നേരെ നമ്മൾ ബേക്കൽ ഫോർട്ടിലേക്കാണ് പോയത്. ബേക്കലിൽ റെഡ് മൂൺ ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് റിലാക്സ് ചെയ്യുക, അതിന് ശേഷം ഫുഡ് അടിക്കുക, വീട്ടിലേക്ക് പോവുക. ഇതാണ് നമ്മളെ പ്ലാൻ. അപ്പം റെഡ് മൂൺ ബീച്ചിൽ പോയി. ആൾക്കാരുണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യമൊക്കെ ഉണ്ട്. ഫുള്ള് ലൈറ്റ്. ഇപ്പോൾ കുറേ എന്തെങ്കിലും വികസിച്ച്, കുഴപ്പമൊന്നുമില്ല കാണാൻ. നേരെ പോയി. ഇനി നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യുക, നേരെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് നമ്മളെ ടൂറിൻ്റെ കുറച്ച് വീഡിയോ എന്ന് പറയാം. ഇത് മൊത്തമായിട്ടില്ല, കാരണം നമുക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. നമുക്ക് ടൂറിൻ്റെ സ്ഥലവും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടു. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബായ്.